സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഈ ചമ്മന്തി ബിരിയാണിക്കും ഇഡ്ലിക്കും ദോശയ്ക്കും പറ്റുന്ന ഒന്നാണ്. ഇതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. അരമുറി തേങ്ങയും 3 പച്ചമുളകുമാണ് ഞാൻ എടുത്തത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ചുവന്നുള്ളിയാണ്. 10-12 ചെറിയ ചുവന്നുള്ളി കഴുകി വൃത്തിയാക്കി വെച്ചത്. ഈ അരമുറി തേങ്ങ നമുക്കൊന്ന് ചിരകിയെടുക്കാം. ഇനി ഇതിലേക്കെടുത്തത് പച്ചമുളകാണ്. ഞാൻ 3 പച്ചമുളകാണ് എടുത്തത്. ഇതിന് അത്ര വലിയ എരിവൊന്നുമില്ല. നിങ്ങൾക്ക് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തത്. ഇവയെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇത് ഉണ്ടാക്കാൻ 2 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇവയെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അരച്ചെടുത്തതാണ് ഈ ചമ്മന്തി. ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഇത് നിങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. ഉണ്ടാക്കാൻ പണിയുമില്ല, നല്ല സ്വാദുമാണ്. നിങ്ങളുടെ കൈവശം ചെറിയ ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള ഇടാം. പക്ഷേ സ്വാദ് കൂടുതൽ ചെറിയ ചുവന്നുള്ളിക്കാണ്. ഇത് അരയ്ക്കുമ്പോൾ വീട്ടിൽ കാന്താരിമുളകുണ്ടെങ്കിൽ അത് ഇടുന്നതാണ് ഏറ്റവും നല്ല സ്വാദ്. കഴിക്കാനും സ്വാദ്, ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും മറക്കാതെ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഈ ചമ്മന്തിയിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലാണ് ഈ സ്വാദ് കിട്ടുക. എൻ്റെ വീട്ടിലുള്ളവർക്ക് ഈ ചമ്മന്തി വളരെയധികം ഇഷ്ടമായതുകൊണ്ട് ഞാൻ അധികവും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഇത്. നിങ്ങളും ഒന്ന് മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.